രാവിലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗി ആകാശം കാണാനായിട്ട്. പഞ്ഞി പോലെ ഇങ്ങനെ നിൽക്കുക, പഞ്ഞിക്കെട്ട് പോലെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് ആകാശം. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പ്രകൃതിയുടെ കാഴ്ചകളെന്ന് പറയണത് ഭയങ്കര ഭംഗിയുള്ളതാണ്. നമുക്ക് ഏത് കാഴ്ചയിലും വലുതാണ് പ്രകൃതിയുടെ കാഴ്ചകളത്. ആകാശമായാലും ഇപ്പോൾ പുഴയായാലും കാടായാലും മലയായാലും ഒക്കെ പ്രകൃതി തരുന്ന കാഴ്ചകളായാലും ഭംഗിയായിട്ട് വേറെ ഒന്നുമില്ല നമുക്ക്. കുറച്ച് പണിയുണ്ട്. ഞാൻ മുളകും തൈ കുറച്ച് ഒന്ന് പാകണം. മുളകും തൈ അല്ല, വിത്ത് കുറച്ച് പാകണം. പിന്നെ ഇന്നലെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാലും ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. അതിൻ്റെ പണികളൊക്കെ നോക്കട്ടെ. നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് പൂവിടുന്നില്ല വെറുതെ ഇങ്ങനെ മണ്ണുണ്ട്, ഇല പോലെ എല്ലായിട്ട് തന്നെയുണ്ട്. പക്ഷെ ഇത് പൂവുണ്ടാവില്ല. ഇതൊന്നും അപ്പോൾ ചെടികൾക്കൊക്കെ കുറച്ച് നനച്ച് കഴിഞ്ഞ് പിന്നെ ഇത് ഈ ചട്ടിയിൽ, ഇതിവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ചട്ടിയാണിത്, കളയാണ്ട് വെച്ചേക്കണം. ഞാൻ എന്തെങ്കിലും വിത്തുകളൊക്കെ ഞാൻ ഇതിലാണ് പാകണം. മുളക് അങ്ങനെയുള്ള വിത്തുകളൊക്കെ ഇതിലാണ് പാകണത്. ഇതിൽ മുളകിൻ്റെ വിത്ത് പാകാന്ന് ഓർത്താണ്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ മുളക്കൂല സംഗതി. അല്ലെങ്കിലും പാകിയാൽ എല്ലാവരും മുളക്കാറില്ല. അതാണ് കൂടുതലും തൈകൾ മേടിക്കുന്നത്. കല്ലും കട്ടയൊക്കെ മാറ്റട്ടെ. കല്ലും കട്ടയൊക്കെ കളഞ്ഞതാണ് നേരത്തെ. ഇത് ഈ മുളകാണ് പാകേണ്ടത്. ഇത് വീട്ടിലത്തെ മുളകല്ല. ഇത് അച്ഛൻ എവിടെ ഒന്ന് കൊണ്ടുവന്ന മുളകാണിത്. അത് കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ വീട്ടിൽ വെച്ചേക്കണം. അപ്പോൾ ഇന്ന് കീറിയെടുക്കട്ടെ. അപ്പോൾ ഇതിലോട്ട് മുളക് പാക്കിയിട്ടാണ്. ഇതിൽ ആ ഒരെണ്ണത്തിൽ മാത്രം വിത്തുണ്ടായുള്ളൂ, ബാക്കി രണ്ടിലും അങ്ങനെ വിത്തുണ്ടായില്ല. മുളക് കുറച്ച് പാകി ഞാൻ അതിൻ്റെ മേലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കട്ടെ. വെള്ളം എല്ലാ ദിവസവും തളിക്കാൻ ഓർക്കണം. ഇത് ചിലപ്പോൾ മറന്നു പോകും വെള്ളം തളിക്കാനായിട്ട്. അപ്പോഴാണിത് കൂടുതലും മുളക്കാത്തതെന്ന് തോന്നണം. ഇവിടെ തന്നെ വെക്കാമെങ്കിൽ, ഇവിടെ വെച്ചില്ലെങ്കിൽ വേറെ ഒരിടത്ത് മാറ്റി വെച്ചെങ്കിൽ മറന്നു പോകും ഇത് വെള്ളം തളിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഓർക്കിഡ് കുറേ ദിവസമായി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനേക്കൊന്ന് തൂക്കിടാന്ന് ഓർത്തിരിക്കുന്നതാണ്. രണ്ടും എന്ത് കളറാണെന്ന് അറിയില്ല. എവിടെ ഒന്ന് കിട്ടി, അമ്മ കൊണ്ട് തന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ നട്ട് വെച്ചതാണ്. രണ്ടും പിടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മറ്റേ ഹാങ്ങിങ്ങിലോട്ട് ആക്കട്ടെ. ഹാങ്ങിങ്ങിൻ്റെ വള്ളി മാറ്റിയിട്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ നട്ടപ്പോൾ പിടിച്ചിട്ട് വെക്കാന്നോർത്ത് ഇങ്ങനെ വെച്ചതാണ്. ഈ ഓർക്കിഡ് രണ്ട് ഞാൻ ഹാങ്ങിങ് ചട്ടിലോട്ട് ആക്കി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മരത്തുമ്മേലോട്ട് തൂക്കാൻ നോക്കട്ടെ. മരത്തുമ്മ ഗ്യാപ്പ് ഉണ്ടെന്നറിയില്ല. നമ്മുടെ ഞാവലുണ്ടല്ലോ, ഞാവലുമ്പോൾ നിറച്ചിട്ടാക്കി. പിന്നെ ഇതിന് വെയിറ്റ് ഇല്ലാത്തതാണ്, കുഴപ്പമുണ്ടാകാതിരിക്കുമെന്ന് തോന്നണം. ഒരു ദിവസം വെള്ളം ഒഴിക്കണ സ്ഥലത്ത് ആ സ്ഥലത്തിരിക്കാൻ തൂക്കേണ്ടതല്ലേ. നമ്മളിത് വെള്ളം ഒഴിക്കാൻ മറന്നു പോകും. ഇങ്ങനെയാണ് കുറേ ചെടികൾ നമ്മുടെ ഇന്ന് പോകണത്. ഇവിടെ പിന്നെ ആ വെള്ളം ഒഴിക്കും. ഇവിടെ ഓസും കൊണ്ട് വെള്ളം നനക്കണ സമയത്ത് ഒഴിക്കും ഇവിടെ. അങ്ങനെ ഒരു ഗ്യാപ്പാണ് പ്രശ്നം. ഇതിവിടെ തൂക്കാൻ നോക്കട്ടെ. ഞാനിപ്പോൾ ഇതിലിവിടെ ഒരു വള്ളിയുടെ കഷ്ണം കണ്ട മരത്തുമ്മ കെട്ടിയിട്ടേക്കണം. ആകും വള്ളിയുടെ കഷ്ണത്തുമ്മ അതുകൊണ്ട് കെട്ടിയിട്ടേക്കണം. അതുമ്മ തൂക്കിയിട്ടിതിന് താഴെ വളരെയധികം താന്ന് നിൽക്കുന്ന സംഗതി. ഏതായാലും എന്നാലും അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഭംഗിയിൽ കാണാനായിട്ട്. പിന്നെ ഇതിനെ മതിയിട്ടത് ഞാവലിൻ്റെ ഇതുമ്മ ഒരു കൊമ്പ് അമ്മ കെട്ടി വെച്ചേക്കണ ഇതാണ്. ഇപ്പോഴേ ഒഴുകി കിട്ടണ റോപ്പക്കുകളാണ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിടും. വേണ്ട ഇതിനെയും ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ
ഇന്നിനി ഇത്രയൊക്കെ ചെയ്യണുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ നേരമില്ല, എനിക്ക് പോകാനും നേരമില്ല. അപ്പം ഇവിടെ വേറൊരു ഓർക്കിഡ് കണ്ടിട്ടാ. ഓർക്കിഡ് ഇതിൻ്റെ കളർ എന്താണെന്നറിയില്ല. ഇത് ഒരെണ്ണം ഇളയച്ചൻ തന്നാണ് പറഞ്ഞത്, 2-3 പിന്നെ അമ്മ കൊണ്ടുപോയി തന്നെ. അപ്പോൾ കിട്ടിയപ്പം കൊണ്ടുപോയി നട്ടെന്ന് വെച്ച് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെന്നറിയില്ല. വെള്ളയുണ്ട്, മഞ്ഞയൊക്കെ ഉണ്ടെന്ന് തോന്നണം. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.